After practicing your comfortable breathing pattern, next is just a relaxation of your body. Okay, just open your hands like this and say that I'm open and receptive to the universe. I'm open and receptive to the energy. I'm open and receptive to the wisdom. So, ഈ ഒരു എക്സസൈസ് മനസ്സിൽ പറഞ്ഞ് ചെയ്താലും മതി. ഉറക്കെ പറഞ്ഞ് ചെയ്താൽ സൂപ്പറാണ്. അതുപോലെ നമുക്ക് ടെറസൊക്കെ ഉള്ളവരാണെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ആകാശത്തേക്ക് നോക്കി നിന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഫ്രീഡത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു 10x ടൈംസ് യു വിൽ ഗെറ്റ് ബെനഫിറ്റ്. ഓക്കെ, ദെൻ അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ കൈ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുക, ഹിപ്സിൽ കൈ പ്ലേസ് ചെയ്തുകൊണ്ട് ദെൻ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഒരു 3 ടൈംസ് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. എഗെയിൻ 3 ടൈംസ്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങോട്ടും ചെറുതായിട്ട് അതുപോലെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ ഇനി നിങ്ങൾ മുമ്പിലേക്കാണ് കുനിയുന്നത്. മുമ്പിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്ത് പറ്റുന്നത് പോലെ വരിക. ഏറ്റവും കൂടുതൽ സ്ട്രെച്ചസ് ഇങ്ങനെ കുനിയുമ്പം ഇവിടെ കിട്ടണം. ഇവിടെ വന്ന് മാക്സിമം വന്നിട്ട് ഇങ്ങനെ നേരെ പുറകോട്ട് പോവുക. ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. ഓക്കെ, അടുത്തത് നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. ജസ്റ്റ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. സിമ്പിൾ. ഇനിയൊന്ന് ബ്രീത്തിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കേ. കുറച്ചുകൂടെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോയി, എക്സൈറ്റഡ് സ്റ്റേജിലേക്ക് വന്നു. ദെൻ ഒബ്സർവ് യുവർ ഹാർട്ട് ബീറ്റ്. അടുത്തതെന്ന് പറയണത് ജസ്റ്റ് നമ്മൾ കൈകൾ ഇവിടെ ഒന്ന് വയ്ക്കുക. ദാ ഈ പാട്ടിലേക്കിട്ട് കൈകൾ വയ്ക്കുന്നു. ശ്വാസം നന്നായിട്ട് ഈ ചെസ്റ്റ് പാർട്ടിൽ ഫില്ല് ചെയ്യുന്നു. നേരത്തെ നമ്മൾ വയറ്റിലാണ് ഫില്ല് ചെയ്തത്. ഹോൾഡ് ചെയ്യുന്നു. എത്ര നേരത്തേക്കിന് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാമോ ആസ് മച്ച് ആസ് പോസിബിൾ ഹോൾഡ് ചെയ്യുന്നു. എപ്പം പുറത്തേക്ക് ശ്വാസം വിടണമെന്ന് തോന്നുന്നു അപ്പം പുറത്തേക്ക് ശ്വാസം വിടുക. ഇത് 12 സെക്കൻഡ് ഏറ്റവും മിനിമം വേണ്ടത്. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. അതിനിടയ്ക്ക് ഒരു സിമ്പിൾ ബ്രീത്ത് എടുത്തോണം. 'ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ. അപ്പോൾ നമ്മൾ 2 വയറിലും ചെസ്റ്റിലും ബ്രീത്തിനെ സ്വാപ്പ് ചെയ്തു. ആദ്യത്തേത് നമ്മൾ സ്റ്റൊമക്കിലാണ് അത് പ്രാക്ടീസ് ചെയ്യുക, ഇതും പ്രാക്ടീസ് ചെയ്യുക. ഇത് 5 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കൈകൾ ഈ ചെവിക്ക് പുറകിലേക്ക് കൊണ്ടുവരിക. ചെവിക്കുടയെ അടയ്ക്കുക. ചെവിക്കുട അടച്ചുകൊണ്ട് കൈകളെ നന്നായിട്ട് പ്രസ് ചെയ്ത് ബാക്കിലേക്ക് വലിക്കുക. റൊട്ടേഷൻ 9 ടൈംസ്. എ ടു ബി, അതായത് ഇങ്ങോട്ട് പോയി തിരിച്ചിവിടെ പോയിട്ട് തിരിച്ചിവിടെ വരുമ്പോഴാണ് ഒരു റൗണ്ട് ക്രിയേറ്റഡ് ആവുന്നത്. അങ്ങനെ
9 ടൈംസ് ചെയ്യൂ.